ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഇന്നലത്തെ വ്ളോഗാണ്. ഇന്നലെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. നമ്മളതിന് മുന്നേ ഇട്ട വീഡിയോ അറിയാമല്ലോ, കാറ്റ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെ ഇരുന്നിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്, വോയിസ് ഓവറും കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരുവിധം ആളുകൾ കണ്ടിട്ടുണ്ട്. കാണാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ പോയി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് കാപ്പിയൊക്കെ ഞാൻ രാവിലെ തന്നെ അങ്ങ് റെഡിയാക്കി. ചപ്പാത്തി ആയിരുന്നു, ചപ്പാത്തിയും ഉള്ളിക്കറിയായിരുന്നു. അപ്പോൾ രാവിലെ അതിൻ്റെ പണി അങ്ങ് ഒതുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ അങ്ങനെ കുഴയ്ക്കുന്നതോ പരത്തുന്നതോ ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല. പെട്ടെന്ന് വന്ന് ഞാനങ്ങ് ഉണ്ടാക്കി. ആ സമയത്ത് വീഡിയോ എടുക്കാനുള്ളൊരു ഇതൊന്നും ഞാനത് ഓർത്തതും ഇല്ല കേട്ടോ. നേരെ വന്ന് അടുക്കളയിലോട്ട് കയറി എൻ്റെ ജോലി അങ്ങ് തുടങ്ങുക ചെയ്തേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിറകില്ലായിരുന്നു കേട്ടോ. വിറക് രാവിലത്തെ അത്യാവശ്യത്തിന് വേണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉച്ചക്കലത്തേക്ക് ഇനി വിറക് മേടിക്കുകയോ അല്ലെങ്കിൽ ഇവിടുന്ന് നുള്ളിപ്പറക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെ എന്തായാലും രാവിലത്തെ ആ ഒരു ഇതിലൊക്കെ നിൽക്കുന്നത് കൊണ്ടേ രാവിലത്തെ മൂടത്ര ശരിയല്ലായിരുന്നു, മൈൻഡ് അത്ര ഓക്കെ അല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വീഡിയോ മൊബൈൽ എടുക്കാനൊന്നിനും പോയതുമില്ല. പിന്നെ ഉണ്ടാക്കി അങ്ങോട്ട് വെച്ചു. കാപ്പിയൊക്കെ കഴിച്ചു, ചായയൊക്കെ ഇട്ട് കുടിച്ചതിന് ശേഷം പിന്നെ പാത്രങ്ങൾ കഴുകാനായിരുന്നു. ഒരു ലോഡ് പാത്രങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കിഷ്ടമല്ലാത്തൊരു പരിപാടിയാണ് ഈ പാത്രം കഴുകൽ. പിന്നെ അനിയത്തിയാണ് കൂടുതലും കഴുകാറ്. അവൾക്ക് മടിയുള്ളപ്പോൾ മാത്രമാണ് ഞാൻ കഴുകുന്നത് കേട്ടോ. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി ഉച്ചക്കലത്തേക്ക് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഇതേ വെള്ളമൊക്കെ കൊണ്ടുവന്ന് അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട്. നല്ല കാറ്റായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വിറകൊക്കെ കിട്ടി കേട്ടോ. അത് തൊട്ടടുത്ത് ഞാൻ 4 വശവും റബ്ബറും തോട്ടമാണ്. അപ്പോൾ അങ്ങനെ കാര്യമായിട്ട് വിറകൊന്നും കിട്ടാറൊന്നുമില്ല കേട്ടോ. എന്നാലും ഇന്നലെ ഒരു റബ്ബറിൻ്റെ ചില്ലയൊക്കെ ഒടിഞ്ഞ് വീണത് കൊണ്ട് നമുക്ക് ഇത് കിട്ടി. എന്തോ അങ്ങ് വിറകില്ലാത്തത് കൊണ്ട് പ്രകൃതി തന്നെയാണെന്നൊന്നും അറിയത്തില്ല കേട്ടോ. നമുക്ക് എന്തായാലും വിറക് കിട്ടി. ഈ കാറ്റ് എല്ലാ വർഷവും ഉള്ളതാണ്. അത് കൂടുതലും വെള്ളം, നമ്മുടെ കിണറുകളിലെ വെള്ളമൊക്കെ പെട്ടെന്ന് അങ്ങ് വറ്റിപ്പോവും കേട്ടോ. വരണ്ട കാറ്റല്ലേ, പെട്ടെന്ന് തന്നെ വെള്ളം അങ്ങ് വലിഞ്ഞ് മാറും. അപ്പോൾ അതാണ് വിഷം എന്ന് പറയുന്നത്. പിന്നെ ഇച്ചിരി ആശ്വാസം എന്ന് പറയുന്നത് ഈ കാറ്റത്ത് കുറച്ച് വിറകൊക്കെ കിട്ടുമല്ലോ എന്നുള്ളതാണ്. ആരാൻ്റെ അയ്യത്തെ ആണെങ്കിലും നമുക്ക് കുറച്ച് വിറക് കിട്ടുമല്ലോ, അതൊക്കെയാണ് കേട്ടോ. അങ്ങനെ എന്തായാലും വിറകൊക്കെ പറക്കിയിട്ടപ്പോഴത്തേക്കും വല്യമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താ ചക്ക ഒരെണ്ണം നിൽപ്പുണ്ട്, അത് വാക്കല്ലാതെ നിൽക്കുവാണ്, നിങ്ങൾക്ക് വന്ന് പറിച്ചിടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 കൂട്ടർക്കൊക്കെ എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ചെന്ന് നോക്കാനായിട്ട് പോയ അവസ്ഥയാണിത്. അനിയത്തിയും പാത്തുവും കൂടെയാണ് ആ മുന്നേ നടന്നു പോകുന്നത്. അപ്പോൾ ദേ നല്ല രസമല്ലേ ആകാശം കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഈ പ്ലേസൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ടല്ലേ. ഇവിടെ നിറച്ച് കാടായിരുന്നേ. ഇപ്പോഴാണ് ഇങ്ങോട്ട് ഇറങ്ങാനായിട്ട് നമുക്ക് പറ്റി. ഇങ്ങോട്ട് ഇറങ്ങാനെന്നല്ല, വീഡിയോ എടുക്കാൻ കാര്യമായിട്ട്. ദേ അതാണ് നമ്മുടെ വീട്. വീടിന് പുറകു വശമാണ് ഇതൊക്കെ. ആദ്യം ഇവിടെയൊക്കെ റബ്ബറായിരുന്നു. പിന്നെ അത് മുറിച്ചിട്ട് ആദ്യമൊക്കെ പണ്ട് ചീനിയായിരുന്നു കേട്ടോ. ചീനി എന്ന് പറയുമ്പോൾ കപ്പ, മൊത്തം കപ്പയായിരുന്നു. അന്നൊന്നും ഈ പന്നിയോ അന്നില്ലെങ്കിൽ പെരിച്ചാഴിയോ മുള്ളം പന്നിയോ അങ്ങനെയൊന്നുള്ള സാധനങ്ങളൊന്നും ഇവിടെങ്ങും ഇല്ലായിരുന്നേ. അപ്പോഴൊക്കെ ആണെങ്കിൽ ഇതൊക്കെ നട്ടാൽ നമുക്ക് കിട്ടുമായിരുന്നു. അത് കഴിഞ്ഞ് റബ്ബർ വെച്ചു. റബ്ബർ മുറിച്ചതിന് ശേഷം പിന്നെ എന്തുമായിരുന്നു, പിന്നെ ചേമ്പ്, ചേന, കാച്ചിൽ, നനകിഴങ്ങ് എന്നൊക്കെ പറയുന്ന കിഴങ്ങ് വർഗ്ഗമൊക്കെ ആയിരുന്നു കേട്ടോ കുറേ നാൾ. പക്ഷെ അതൊക്കെ നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ടുമുണ്ട്. പിന്നെ വാഴ, ഫുള്ള് പിന്നെ വാഴയായിരുന്നു. അത് കഴിഞ്ഞിട്ടിപ്പോൾ ഒരു 3-4 വർഷം കൊണ്ടാണ് ഈ പന്നിയും അതുപോലെ മുള്ളം പന്നിയുടെയൊക്കെ ശല്യം. എന്ത് കൊണ്ട് കുഴിച്ചു വെച്ചാലും പിറ്റേന്ന് ചെല്ലുമ്പോഴത്തേക്കും അതെല്ലാം എടുത്ത് പുറത്ത് കളയും കേട്ടോ. അങ്ങനത്തെ സംഭവമാണ്. വിളഞ്ഞ് നിൽക്കുക, പക്ഷേ നമുക്ക് പറിക്കാൻ പറ്റത്തില്ല. കണ്ടില്ലേ എത്രത്തോളം താഴ്ചയുണ്ടെന്ന്, എത്രത്തോളം ഉയരത്തിലാണ് സാധനം നിൽക്കുന്നതെന്നുള്ളത് കണ്ടില്ലേ. ഏറ്റവും മുകളിൽ പോയി പിടിച്ചേക്കുന്നു. ഇതൊരു പാറയാണേ. ഇത് പാറ, അത് അങ്ങ് താഴെ, ഇത് മൊത്തം പാറ തന്നെയാണ് അവിടെയൊക്കെ. ഓ ഇതെല്ലാം പാറ കേട്ടോ. പണ്ടൊക്കെ ഇതിൻ്റെ മേളിലൊക്കെ കയറുമായിരുന്നു. അയ്യോ ഇപ്പോഴൊന്നും കയറാനൊന്നും പറ്റത്തില്ല പിന്നെ. പാത്തും എൻ്റെ കൂടെ തന്നെ ഇറങ്ങി വന്നു കേട്ടോ. അന്ന് സ്കൂളിൽ പോയിട്ടില്ല. ഇപ്പോൾ തിങ്കളാഴ്ച തൊട്ട് വിടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തൊപ്പി വെച്ചേ തലയിൽ,
കാറ്റുണ്ട് കേട്ടോ, ഇന്നും കാറ്റിന് കുറവൊന്നുമില്ല. രാവിലെ ആയതുകൊണ്ട് ഒന്ന് ഒതുങ്ങി നിൽക്കുക. ആ അപ്പോഴേ ചക്ക പറിക്കാൻ വന്നിട്ട് നിരാശപ്പെട്ട് തിരിച്ചു പോവേണ്ടി വന്നു കേട്ടോ. ചക്ക ഏറ്റവും മുകളിൽ, ആ പ്ലാവിന് ഏറ്റവും മുകളിൽ കേട്ടോ അങ്ങ് പോയി പിടിച്ചേക്കുന്നത് കൊണ്ട് നമുക്ക് തോട്ടയൊന്നും എത്തത്തൊന്നുമില്ല. അങ്ങനെ കമ്പ് ഏച്ച് കെട്ടി പറിക്കാമെന്ന് വെച്ചാലും പറ്റുന്നില്ല. അതുകൊണ്ട് പറിച്ചില്ല, അങ്ങ് പോയി കേട്ടോ. അപ്പോൾ എന്തായാലും വന്ന സ്ഥിതിക്ക് കുറച്ച് വിറക് വല്ലുമ്പോൾ പറക്കിയിട്ടതും കൂടെയൊക്കെ പറക്കിക്കൊണ്ട് ഞങ്ങളങ്ങ് പോയി. എന്തുവാ വിളഞ്ഞിരിക്കുക, പക്ഷെ അത് പറിക്കാൻ പറ്റത്തില്ല. വീട്ടിലെ ഒരു ജോലിയും ഒതുക്കി വെക്കാതെയാണ് കേട്ടോ ഞാൻ വന്നത്. അതായത് പാത്രങ്ങളും കഴുകി രാവിലത്തെ കാപ്പി ഉണ്ടാക്കലും കഴിഞ്ഞത് മാത്രമേ ഉള്ളൂ. ചക്ക പറിക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒന്നും നോക്കാതെ ഇങ്ങ് ഇറങ്ങി വന്നതാണ്. അപ്പോൾ ചക്ക എന്തായാലും പറിച്ചില്ല. ഇനിയിപ്പോൾ കുറച്ച് വിറകൊക്കെ എടുത്തിട്ട് തിരിച്ചു പോകാം. മീൻ കൊണ്ട് വെച്ചിട്ടുണ്ട്, അതിന് ചെന്നിട്ട് കറിയൊക്കെ ആക്കണം. വീഡിയോ എടുപ്പ് നടക്കുമെന്ന് അറിയത്തില്ല, കാരണം ആ സമയം തന്നെ ഒരു 10-11 മണിയായിട്ടുണ്ട്. നല്ല വെയിലൊക്കെ ആയി വരുന്നൊരു സമയമായിരുന്നേ. പറഞ്ഞതുപോലെ തന്നെ വീട്ടിലേക്ക് വന്നു. നേരെ ഇതേ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാബേജിൻ്റെ പകുതി ഇരിപ്പുണ്ടായിരുന്നു. അതുപോലെ ബീട്രൂട്ടും കൂടെ എടുത്തിട്ട് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മീൻ കറിയൊക്കെ ഞാനങ്ങ് ആക്കിയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് തോരനും ആക്കി. വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല, കാരണം വീഡിയോയും കൂടെ എടുക്കണമെങ്കിൽ ഒരുപാട് സമയം പോവും. വെള്ളിയാഴ്ചയാണ്, വാപ്പാക്ക് പള്ളിയിൽ പോകണം. അപ്പോൾ അതേ ടീനത്താത്തായൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് വാപ്പ അതേ കുളിച്ചിട്ട് റെഡിയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ പള്ളിയിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ താത്ത എന്തോ മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഞാനൊന്ന് വീഡിയോ വാപ്പ അറിയാതെ എടുക്കാൻ നോക്കിയതാണ്. വാപ്പ ഒന്ന് തിരിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ ദേ വാപ്പ പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. ഞാനും താത്തയും കൂടെ കുറച്ച് നേരം ഇരുന്ന് എന്തോ വേറെ എന്തൊക്കെയോ വീഡിയോസിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചർച്ച. എന്തൊക്കെയോ നമ്മൾ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യമൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇതിനിടയ്ക്ക് വാപ്പ പള്ളിയിൽ പോയെങ്കിലും വാപ്പ പോകുന്ന വഴിക്ക് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വാപ്പ എപ്പോഴും ഇങ്ങനെ ഹാർട്ട് പേഷ്യൻ്റാണ്, അപ്പം ഗുളിക എടുക്കാനായിട്ട് മറന്നു. എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇതിനിടയ്ക്ക് അത് എടുത്തുകൊണ്ട് കൊടുക്കാൻ പോയിട്ടുണ്ട്. വീഡിയോയൊക്കെ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ആയിപ്പോയി, കാരണം ഇന്നലെ വീഡിയോ നമുക്കൊരു പ്ലാൻ ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാൻ ഇല്ലാതെ എടുത്തിട്ടുള്ളൊരു വീഡിയോസൊക്കെയാണ്. അതുകൊണ്ടാണ് അവിടെ ഇവിടെ മുറിഞ്ഞ് പോയിട്ടുള്ള വീഡിയോസ് എടുക്കേണ്ടി വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കൂടെയൊക്കെ ഒന്ന് ആഡ് ആക്കിയിട്ട് ഇടാമെന്ന്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം നമുക്ക് ഈ കാറ്റ് ഭയങ്കര വിഷയമാണ് കേട്ടോ. വീഡിയോ എടുക്കുന്നതല്ല, വോയിസ് ഓവർ കൊടുക്കുന്നത് ഭയങ്കര വിഷയമാവും. കാരണം കാറ്റ് ഭയങ്കര സൗണ്ടും ബഹളവും ഒക്കെ ആയി കഴിഞ്ഞാൽ നമുക്കത് പറ്റത്തില്ല. രാവിലെ ഞാൻ ഈ അടുക്കളയിൽ കയറി ഇരുന്നിട്ടാണ് ഈ വോയിസ് തന്നെ കൊടുക്കുന്നത്. കുഞ്ഞു വ്ളോഗറാന്നൊക്കെ പറഞ്ഞു. രാവിലെ ശരിയടാ. അങ്ങനെ ടീനത്തായും കൊച്ചുമൊക്കെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല കേട്ടോ. ഇപ്പോൾ കാറ്റ് കൊണ്ടിട്ട് നമ്മുടെ മാവ് നിറയെ പൂത്ത് കിടക്കുകയാണ് കേട്ടോ. നല്ല മാങ്ങ അതുപോലെ കണ്ണിമാങ്ങ പിടിച്ച് കിടക്കുവാണ്, നിറച്ച് കിടപ്പുണ്ട്. പക്ഷേ കാറ്റ് കാരണം എല്ലാം അങ്ങ് താഴെ പോരുവാണ് കേട്ടോ. എത്രത്തോളം കിട്ടും എന്നൊക്കെ ഉള്ളത് ഇനി നമുക്ക് കണ്ടറിയാം. കുറേയൊക്കെ ഇങ്ങനെ അതേ ചെറിയ കുഞ്ഞായിട്ട് തരിതരിപ്പായിട്ട് കിടക്കുന്നുണ്ടല്ലേ. ഇത് നിറച്ചുണ്ടായിരുന്ന രാവിലെയൊക്കെ നമ്മൾ തൂത്തുവാരി എല്ലാം കളഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കാറ്റടിച്ച് വീണതും ഒക്കെയാണ് ഈ കിടക്കുന്നത് കേട്ടോ. പക്ഷേ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സങ്കടമാണ്. അപ്പോൾ നിറച്ചിങ്ങനെ പൂത്ത് കിടന്നൊരു മാവുണ്ടായിരുന്നല്ലോ നമ്മുടെ, അതിൻ്റെ വിശേഷമൊക്കെ ഞാൻ പിന്നെ പറയാം കേട്ടോ. അതിൽ ഒരു മാങ്ങയുടെ ഒരു ഇതുപോലും പിടിച്ചില്ല. പൂത്ത് കിടന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ഇപ്പോൾ കായ്ച്ചങ്ങ് മറിക്കുമെന്ന്, പക്ഷേ ഒരു ഇതുപോലും പിടിച്ചില്ല കേട്ടോ. അത് കഴിഞ്ഞ വർഷവും അങ്ങനെ തന്നെയായിരുന്നു. വാപ്പ എന്തൊക്കെയോ മരുന്നൊക്കെ ചെയ്തതാണ് അതിന്, പക്ഷേ ഒരു ഫലവും ഇല്ല. അതിൽ പിടിക്കുന്നില്ല, മാങ്ങ പിടിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.